ഇനി നമ്മൾ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ നമ്മളെ ഒന്നിച്ച് വന്നവരെല്ലാം നടന്നിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളും താഴോട്ട് നടന്നിട്ട് പോകുന്നുണ്ട്. കോട കയറി എന്നെ കാണുന്നറില്ല, നല്ല കോട ഉണ്ടോ. വൈറ്റ് 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 മാത്രമേ കാണുന്നുള്ളൂ. താമരശ്ശേരി ചുരം വണ്ടി വരുന്നുണ്ട്. വ്യൂ പോയിന്റിൽ നിന്നുള്ള മാരക വ്യൂ ആണ് കാണുന്നത്. അങ്ങനെ നമ്മൾ വ്യൂ എല്ലാം ആസ്വദിച്ച ശേഷം നമ്മളെ വയനാടേക്കുള്ള വഴി കണ്ടുപിടിച്ച കരിന്തണ്ടൻ്റെ ഒരു സ്മാരകം അവിടെയുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോകാനാണ് തീരുമാനിച്ചത്. അത് കുറച്ച് അപ്പുറത്ത് തന്നെയായി, തൊട്ടടുത്ത് തന്നെയായി. അപ്പം ഈ കമാനം കടന്നിട്ട് കുറച്ച് പോയാൽ സ്മാരകം കാണാൻ വേണ്ടി പറ്റും. ഇതാണ് ആ ചങ്ങലമരം എന്നറിയപ്പെടുന്ന സ്മാരകം. ഇനി പോകേണ്ടത് ജംഗിൾ സഫാരിക്കാണ്. അപ്പോൾ ജംഗിൾ സഫാരി നടത്തുന്നത് ഇവിടുത്തെ KSRTC ഡിപ്പോ നേരിട്ട് നടത്തുന്നതാണ്. അപ്പോൾ നമ്മൾ നേരെ KSRTC ഡിപ്പോയിൽ പോയി അവരുടെ ബസ്സിലാണ് പിന്നീട് യാത്ര ആരംഭിച്ചത്. അവിടെ ടോയ്ലറ്റ് സൗകര്യമെല്ലാം ഉണ്ട്, കൊണ്ടുവരെല്ലാം പോയി അങ്ങനെ നമ്മൾ യാത്ര ആരംഭിച്ചു. അപ്പോൾ നമ്മുടെ രാത്രി ഭക്ഷണം കുറുവ ദ്വീപിൽ നിന്നാണ്. ഇവിടെ കബനി റെസ്റ്റോറൻറ്റ് എല്ലാവരും വന്ന് ഇരുന്നു. ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നതാണ്. സമയം എത്രയുടെ സമയം 9:15 രാത്രി. കുറുവ അഗ്രികൾച്ചറൽ ഫാം ആൻഡ് ഫ്ലവർ നഴ്സറി. രാവിലെ വന്നതിനൊക്കെ സെറ്റ്. അങ്ങനെ ഭക്ഷണം കഴിച്ച ശേഷം ഞങ്ങൾ കാട്ടിലേക്ക് ഇറങ്ങി. നടന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. 9:30 തൊട്ട് കാട് കയറി. അങ്ങനെ ആദ്യം തന്നെ പോകുമ്പോൾ തന്നെ നമുക്കൊരു കാട്ടുപോത്തിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റി. നല്ല തുടക്കം തന്നെ നല്ല അടിപൊളി ഒരു ജീവൻ തന്നെയാണ് കണ്ടത്. പിന്നെ രണ്ട് സൈഡിലും മാൻ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടുന്ന് തുടക്കം മുതൽ അങ്ങോളം മാൻ തന്നെയായിരുന്നു. അധികം പ്രൈവറ്റ് വാഹനങ്ങളൊന്നുമില്ല. രാത്രി ജംഗിൾ സഫാരിക്ക് KSRTC മാത്രം നടത്തുന്നതാണ്. അധികം പ്രൈവറ്റ് വാഹനങ്ങളൊന്നും നമ്മൾ റോഡിൽ കണ്ടിട്ടില്ല. ഈ KSRTC മാത്രമേ ഉണ്ടായിട്ടു. അങ്ങനെ അന്ന് നമ്മൾ പോയാൽ തന്നെ കുറേ വണ്ടികളുണ്ടായിരുന്നു. ഇത് മിന്നാമിന്നിനെ കാണാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. അങ്ങനെ അപൂർവമായ കാഴ്ചകൾ ഇവിടെ ഉണ്ടാറുണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. മിന്നുന്നുണ്ട്, മിന്നാമിന്നി ഒന്നിച്ച് ഫ്ലാഷ് ലൈറ്റ് പോലെ അടിക്കുന്നതാണ്. കാണാൻ തന്നെ അടിപൊളിയാണ്. അത് കാണാൻ വേണ്ടിയിട്ട് കുറേ നേരം വണ്ടിയിൽ ലൈറ്റെല്ലാം ഓഫാക്കിയിട്ടാണ് നമ്മൾ കാട്ടിൽ കുറേ സമയം ചിലവഴിച്ചത്. നല്ല നല്ല ആവളിച്ചുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ നല്ല വ്യക്തമായിട്ട് ഫോണിൽ കിട്ടൂല, കണ്ണുകൊണ്ട് കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു കരടിനെ കണ്ടു. പെട്ടെന്ന് തന്നെ കരടി പാഞ്ഞിട്ട് പോയി നമ്മൾ ലൈറ്റ് കണ്ടിട്ട്. രണ്ട് സൈഡും ലൈറ്റ് അടിച്ച് കുറേ സമയം നിന്ന് നോക്കി കരടീനെ കാണുമെന്ന് എല്ലാവരും കണ്ടിനി. പക്ഷേ ഫോൺ എടുത്തിട്ട് നമ്മൾക്ക് കരടി പാഞ്ഞു. നമ്മൾ ആനേന, മാൻകൂട്ടം, അങ്ങനെ കുറേ സംഭവം കണ്ടു. ഇതാണ് ബാവലി പാലം. ടിപ്പു സുൽത്താൻ ഉണ്ടാക്കിയെന്ന് പറയപ്പെടുന്ന പാലം. നമ്മളെ ബോർഡർ ബാവലി. പള്ളിയിലും തോപ്പ് പരിപാടിയുണ്ട് തോന്നല്ലോ. പിന്നൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, ജംഗിൾ സഫാരിക്ക് താല്പര്യമുള്ള ആൾക്കാരെ മാത്രം കൊണ്ടുപോകാൻ വേണ്ടി നോക്കണം. അല്ലെങ്കിൽ എല്ലാവർക്കും ഉറക്കം വരുന്നൊരു സമയമാണത്. അങ്ങനെ വയനാട് യാത്ര നമ്മൾ പൂർത്തീകരിച്ചു. ജംഗിൾ സഫാരിയും കഴിഞ്ഞ് നേരെ വന്നത് മാനന്തവാടി KSRTC സ്റ്റാൻഡിലേക്കാണ്.
അവിടെയാണ് നമ്മളെ ശരിയാക്കാൻ കൊടുത്ത ബസ് ശരിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വന്ന ബസ്സിൽ തന്നെ തിരിച്ചെല്ലാവരും നാട്ടിലേക്ക്. അങ്ങനെ എല്ലാവരും ഉറക്കത്തിൻ്റെ ഒരു സമയമായി. അങ്ങനെ എല്ലാവരും നല്ല വൃത്തിക്ക് ഉറങ്ങിക്കൊണ്ടാണ് നാട്ടിലേക്ക് വന്നത്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഡ്രൈവർ ചേട്ടനും കണ്ടക്ടർ ചേട്ടനും നമ്മൾ കുറച്ചവിടെ കൂടി ഒരു കട്ടൻ ചായ കുടിച്ചു. വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ അവസാനം നമ്മൾ കാഞ്ഞങ്ങാട് എത്തിയിരിക്കുകയാണ്. ബസ്സെല്ലാം വരാൻ കുറച്ച് വൈകി. 1 മണിക്കൂറിലധികം നമ്മൾ കാഞ്ഞങ്ങാട് പോസ്റ്റായി. അങ്ങനെ കുറേ സമയം നിന്ന് കാലൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ കുറേ സമയം ഇരുന്നു. അങ്ങനെ കാത്ത് നിന്ന ശേഷം നമ്മുടെ KSRTC ബസ് വന്നു. അങ്ങനെ അത് റൂട്ട് മാറിയിട്ടാണ് പോകുന്നത്. അങ്ങനെ ആ ബസ്സിൽ അവസാനം പെരിയാട്ടടുക്കത്ത് എത്തിച്ചേർന്നു. പിന്നെ നേരെ വീട്ടിലേക്ക് പോയി.